എൻ്റെ പേര് ശരണ്യ എന്നാണ്. ഞാൻ അബുദാബിയിൽ നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത്. 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് ഞാൻ വരുന്നത്. ഇന്നലെ ഞാൻ വന്നു, നാളെ എനിക്ക് തിരിച്ചു പോകണം. എനിക്ക് അത്രയ്ക്ക് നന്ദി പറയാനുണ്ട് അമ്മയുടെ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം ഞാൻ ഒ ഇ ടി എഴുതിയത് സെപ്റ്റംബറിലാണെങ്കിലും ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 2024 പക്ഷേ ഞാൻ ഒ ഇ ടി എഴുതുന്നതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒ ഇ ടി പാസ്സായി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2024 ഒക്ടോബർ 28 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്തൊക്കെ പുറത്തോട്ട് പോകാനുള്ള ജോബ് വേക്കൻസി കുറവായിരുന്നു. പക്ഷേ എനിക്ക് അയർലൻഡിൻ്റെ ഡിസിഷൻ ലെറ്ററിന് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴും എന്നോട് ഏജൻസി പറഞ്ഞു ഒരുപാട് ക്വയറികൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഡിസിഷൻ ലെറ്റർ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു ക്വയറി പോലും വരാതെ തന്നെ എനിക്ക് 20 ദിവസം കൊണ്ട് എനിക്ക് ഡിസിഷൻ ലെറ്റർ അയർലൻഡിൻ്റെ കിട്ടി. പക്ഷെ കിട്ടിക്കഴിഞ്ഞിട്ടും എനിക്ക് ജോബ് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലല്ലായിരുന്നു, ഒരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടായാലും പ്രസൻറ്റ് എക്സ്പീരിയൻസ് ക്ലിനിക്കിലായതുകൊണ്ട് എനിക്ക് ജോബ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ അബുദാബിയിലുള്ള എൻ്റെ ആ ക്ലിനിക്കിലുള്ള ജോബ് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി നോക്കി. അപ്പോഴും ഇതും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റിപ്ലൈ വരും, പക്ഷേ എനിക്ക് ബെഡ് കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോബ് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ അബുദാബിയിലും ജോബ് നോക്കി, എനിക്കതും ശരിയൊന്നും ആയില്ല. എനിക്ക് ഭയങ്കര വലിയൊരു അത്ഭുതമാണ് എൻ്റെ കാര്യത്തിൽ നടന്നത്. കാരണം ജോബ് തുടർന്നുകൊണ്ട് പോകാതെ എനിക്ക് അയർലൻഡിൽ ജോബ് കിട്ടത്തില്ല. അതായത് സ്റ്റിൽ വർക്കിംഗ് ഇല്ലാതെ എനിക്ക് അയർലൻഡിൽ ജോബ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ജൂൺ തൊട്ട് ഞാൻ ജോബ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചതിനല്ലായിരിക്കാം എനിക്ക് കിട്ടിയ ഡിസിഷൻ ലെറ്ററിന് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. ഈ മാർച്ച് 10 ആ വാലിഡിറ്റി കഴിയുകയാണ്. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് എനിക്കൊരു ജോബ് ശരിയാക്കി തരണേന്ന്. പക്ഷേ എനിക്ക് ഈ 2 മാസം മുമ്പാണ് എനിക്കൊരു ജോബ് കിട്ടി. അതെനിക്ക് വളരെ 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 അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ജോബ് കിട്ടുന്നത്. കാരണം സ്റ്റിൽ വർക്കിംഗ് അല്ലാഞ്ഞിട്ട് കൂടി എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും എനിക്ക് ആ ജോബ് കിട്ടുകയും ചെയ്തു. ഞാൻ ജോയിൻ ചെയ്യേണ്ടത് ഇനി മാർച്ച് 2 എനിക്ക് ജോയിൻ ചെയ്യേണ്ടത് അവിടെ. അപ്പോൾ എനിക്ക് ആ ജോബ് കിട്ടിയത് എനിക്ക് അമ്മയുടെ ഒരുപാട് നന്ദിയുണ്ട്. അമ്മയോടും തിരുക്കുമാരനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് ആ ഒരു കൃപയില്ലാതെ കിട്ടത്തില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ എനിക്ക് വളരെ വേഗം തന്നെ എനിക്ക് ശരിയായി കിട്ടി. 2 മാസത്തിന് മുമ്പാണ് എനിക്ക് ജോബ് കിട്ടിയെങ്കിലും ഈ മാർച്ച് 2 മുമ്പ് പോകാൻ തക്ക വിധം എൻ്റെ എല്ലാ പേപ്പറുകളും എനിക്ക് ശരിയാക്കി തന്നു. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഓരോ പേപ്പറുകളും ഓരോ മാസത്തിനും കൂടുതൽ എനിക്ക് എടുക്കേണ്ട പേപ്പറുകൾ പോലും എനിക്ക് വേഗമാണ് കിട്ടിയത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകേണ്ട പല കാര്യങ്ങളും എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. ഞാൻ ആരോടും അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കാറില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഞാനിപ്പോൾ അങ്ങനെ ആരോടും തെറ്റാണ് ആരുടെ ആണെങ്കിലും ശരി, ഞാനൊന്നും അത് സംയമനത്തോടെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ അങ്ങനെ ആരോടും വഴക്കിന് പോവാറില്ല. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അവിടെ ഔട്ട്സൈഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെയുള്ള വൃദ്ധസദനത്തിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കൃപാസനം പത്രം ഞാൻ വരുന്ന സമയത്തൊക്കെ വാങ്ങി ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും പിന്നെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി ഞാൻ ചർച്ചിൽ അത് ഇംഗ്ലീഷ് പത്രമാണെങ്കിലും വാങ്ങിയിട്ട് ഞാൻ ഫിലിപ്പിനോസിനും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഇനി ഞാൻ മുന്നോട്ടും അങ്ങനെ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ എനിക്ക് ഉണ്ടായ മാറ്റങ്ങളും എനിക്കുണ്ടായ കൃപകളും എല്ലാം അമ്മയും യേശു ക്രിസ്തുവും കൂടി തന്നതാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നതും എല്ലാം. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ എല്ലാ വിധത്തിലും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് നന്ദിയുണ്ട് എനിക്ക് പറയാനായിട്ട്. ഞാൻ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നതും. അത് എനിക്ക് അത്രയ്ക്ക് ഒരുപാട് പറഞ്ഞാൽ തീർന്നാത്തത്ര നന്ദിയുണ്ട് ഈശോയോടും തിരുക്കുമാരനോടും. 139 സങ്കീർത്തനം 5-6 തിരുവചനങ്ങൾ. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാംവിധം അത് ഉന്നതമാണ്.
ശരണ്യ എന്ന ഈ മകളുടെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈശോയെയും പരിശുദ്ധ അമ്മയെയും അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം 2 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് ശരണ്യ ഇവിടെ അബുദാബിയിൽ നിന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുവാനായി ഓടി വന്നിരിക്കുന്നത്. ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന മകൾക്ക് ഒട്ടും തന്നെ സ്വപ്നം കാണാൻ സാധിക്കാത്ത ഒരു ജോലിയാണ് അയർലൻഡിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാത്ത ആൾക്ക് ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുക സാധ്യമല്ല. നമുക്കറിയാം, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഉടൻ പരിഹാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ മെറിറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. ഇത് കൃപയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 7 മാസം ജോലിയില്ലാതെയാണ് ഈ മകൾ ഇത്രയും നാൾ. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമില്ലാത്ത ജീവിതമായിരുന്നു ഈ മകൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് 10-ാം തീയതിയാണ് ഈ മകളുടെ വാലിഡിറ്റി അവസാനിക്കുന്നത്. അബുദാബിയിൽ വർക്ക് ചെയ്യാനുള്ള സമയം. അവിടെ നിന്ന് റിസൈൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇനി എന്ത്? ഇവിടെ വളരെ പെട്ടെന്നാണ് പരിശുദ്ധ അമ്മ അയർലൻഡിൽ ഈ മകൾക്ക് ജോലി നൽകി അനുഗ്രഹിക്കുന്നത്. കാരണം മാർച്ച് 2-ാം തീയതി ഈ മകൾക്ക് ജോയിൻ ചെയ്യണം. അവിടേക്ക് പോകുന്നതിന് മുൻപായി ആദ്യം ചെയ്യേണ്ടത് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഈശോയ്ക്ക് നന്ദി പറയണം. നമുക്കറിയാവുന്നതുപോലെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 9 പേർക്കാണല്ലോ ഞാൻ സൗഖ്യം നൽകിയത്. കുഷ്ഠരോഗികൾ 9 പേർക്ക് സൗഖ്യം നൽകിയപ്പോൾ ഒരു വിജാതീയൻ മാത്രമാണ് ഈശോയുടെ അടുത്ത് നന്ദി പറയാനായി വന്നത്. നമ്മൾ പലരെങ്കിലും ചിലരെങ്കിലും അങ്ങനെ ചിന്തിച്ചു പോകുന്നവരാണ്. എൻ്റെ സാമർഥ്യം കൊണ്ട്, എൻ്റെ കഴിവുകൊണ്ട്, ഞാൻ PhD പഠിച്ചതുകൊണ്ടാണല്ലോ, എനിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ, എൻ്റെ ആരോഗ്യം കൊണ്ടാണല്ലോ, എൻ്റെ സൗന്ദര്യം കൊണ്ടാണല്ലോ എനിക്കിതെല്ലാം സാധ്യമായതെന്ന് ഒരു പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഉന്നതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഉയർച്ചയിലേക്ക് എത്തിക്കഴിയുമ്പോൾ സാക്ഷ്യം പറയാതെ, നന്ദി പറയാതെ തിരിച്ചു പോകുന്നവരുണ്ട്. ശരണ്യ അതിൽ പെടാതെ 2 ദിവസമെങ്കിൽ 2 ദിവസം അതിൽ പണമോ പൈസയോ സമയമോ അല്ലെങ്കിൽ തൻ്റെ യാത്രാ സൗകര്യങ്ങളോ ഒന്നും തന്നെ നോക്കാതെ ഈശോ ആണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വലിയ ഉറപ്പ് ഏറ്റുപറയാൻ വേണ്ടിയാണ്, വിശ്വാസ കൈമാറ്റം നടത്താൻ വേണ്ടിയാണ് ശരണ ഇവിടെ വന്നിരിക്കുന്നത്. പൗലോസ് ലീഹ പറയുന്നത് പോലെ ഒരു വലിയ കാവ്യം തന്നെ പൗലോസ് ലീഹ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം കാത്തിരിക്കുന്നു, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം ഒന്നിൻ്റെയും അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന പൗലോസ് ലീഹ തന്നെ പറയുന്നു, യാതൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. ഒരു അക്രൈസ്തവയായ ശരണിക്ക് വളരെയധികം എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ളതിൻ്റെ, ഈശോ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആഴവും വലിപ്പവും നീളവും വീതിയും നമുക്ക് അളന്നെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പൗലോസ് ലീഹ അത് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹത്തെ മാറ്റുരച്ച് നോക്കാനുള്ള സമയങ്ങളാണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന സമയങ്ങൾ. നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ഉടൻ പരിഹാരം നൽകുന്ന ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ നന്ദി പറഞ്ഞുകൊണ്ട് ശരണ്യയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.